ഇവിടെ ഒരു ഡോക്ടർ വന്ന് പറയുകയാണ് എനിക്ക് എങ്ങനെയാണ് ഈ നിങ്ങളുടെ വയറ്റിൽ ഒരു കത്രിക കുടുങ്ങിയോ ഇല്ലെന്നൊരു ഡോക്ടർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഒരു ഫ്ലോർ നേഴ്സാണ് അത് രേഖപ്പെടുത്തേണ്ടത്. ആ ഫ്ലോർ നേഴ്സിന്റെ സേവനം ഇല്ലെങ്കിൽ ആ ഡോക്ടറെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കോവിഡ് കാലത്താണ് ഈ സർജറി നടന്നത് ഓർമ്മിക്കണം, ഈ PPE കിറ്റും ഇട്ട് അതീവ ദുഷ്കരമായ സാഹചര്യത്തിലാണ് ഈ സർജറി നടന്നത്. 3.5 കിലോ ഭാരം വരുന്ന ഒരു ട്യൂമറാണ് ഇവരുടെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്തത്. ആ സമയത്താണ് ഈ ഇല്ലോളം പോന്നു എന്ന് പറയുന്ന തരത്തിലുള്ളൊരു കത്രികയെ പോലുള്ള ഒരു ഫോർസെപ്സ് ഉള്ളിൽപ്പെട്ടു പോയത്. ഉള്ളിൽപ്പെട്ട് പോകാം. പക്ഷെ അവിടെ എന്താ സംഭവിച്ചു പോയത്? ഞാൻ ഒരു നിമിഷം ഡോക്ടർ ലളിതാംബിക പറഞ്ഞത് വിശ്വസിക്കുന്നു. അവിടെ ഒരു ഫ്ലോർ നേഴ്സിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന മെഷീനറികളെല്ലാം തിരിച്ചവിടെ എത്തിയിട്ടുണ്ടോ എന്ന് എണ്ണി നോക്കിയതിന് ശേഷമേ ആ സർജറിയിലെ പ്രോട്ടോകോൾ പ്രകാരമുള്ള പ്രവർത്തനം പൂർത്തിയാവൂ. 100%. അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറയുന്ന ഘട്ടത്തിലും. പക്ഷെ നോക്കൂ, അതിനേക്കാൾ അടിസ്ഥാനമായ പ്രശ്നം എന്താ? ഈ പ്രോട്ടോകോൾ പാലിക്കുന്നതിന് ആവശ്യമായ ഇത്രയും അധികം 2.5 ലക്ഷത്തോളം രോഗികളെ ഒരു വർഷം മേജർ സർജറിക്ക് വിധേയമാക്കുന്ന നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ അതിനു വേണ്ടുന്ന നഴ്സുമാരും അതിനു വേണ്ടുന്ന ഡോക്ടർ സംവിധാനങ്ങളും ഉണ്ടോ? ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം. ഇതിലാണ് യഥാർത്ഥത്തിൽ അപകടമിരിക്കുന്നത്. നമുക്ക് നല്ല കെട്ടിടങ്ങൾ വയ്ക്കാൻ പറ്റും, നമുക്ക് നല്ല മെഷീനറി വയ്ക്കാൻ പറ്റും. നോക്കൂ, കേരളത്തിലെ ഏത് സ്വകാര്യ ആശുപത്രികളോടും കിടപിടിക്കുന്ന രീതിയിലുള്ള മെച്ചപ്പെട്ട ഡോക്ടർമാരുടെ സേവനം മെഡിക്കൽ കോളേജുകളിൽ ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. പക്ഷേ അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാവണം. പ്രേക്ഷകർക്ക് അറിയാമോ, കൂട്ടത്തോടെ ഈ സർക്കാർ ആശുപത്രിയിൽ നിന്ന് പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരെ ഹോസ്പിറ്റലിൽ നിന്ന് VRS എടുത്ത് പോവുകയാണ്. കണക്കുകളിൽ നിന്ന് പുറത്തുവിട്ടിട്ടുണ്ട് റിപ്പോർട്ട് TV. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പോകേണ്ട രോഗികളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം പോകുന്നത്. കറക്റ്റ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം.